മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് വിളിച്ചു പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ. നോക്കൂ, മനുഷ്യ കേന്ദ്രീകൃതമായ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു ഈ ഗുരുവും ഗുരുവിന്റെ പരമ്പരയുമാകെ. എനിക്ക് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, ശിവഗിരിക്കും ശിവഗിരി തീർത്ഥാടനത്തിനും ഗുരുവിനെ ആദരവോടെ പിൻപറ്റുന്ന മുഴുവൻ മനുഷ്യർക്കും എന്തെങ്കിലും ഉത്തരവാദിത്വം ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ടോ കാലം? ആവർത്തിച്ചു പറയുന്നു, ശ്രീനാരായണ ദർശനങ്ങൾക്കാണ് കാലം ഇന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം വിപണനം ചെയ്യപ്പെടുമ്പോൾ, വെറുപ്പും വിദ്വേഷത്തിന്റെയും പേരിൽ മനുഷ്യർ പലായനം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ, വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ, ചോരപ്പുഴയൊഴുകുമ്പോൾ, നമുക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മാനവ സ്നേഹത്തിന്റെയും മനുഷ്യനാണ് എല്ലാ വിവേചനങ്ങൾക്കും അപ്പുറം ഗുരു മുന്നോട്ട് വെച്ച മനുഷ്യന്റെ മനുഷ്യത്വത്തിലൂന്നിയ മാനവ സൗഹൃദത്തിലൂന്നിയ മഹത്തായ സന്ദേശം വീണ്ടും വീണ്ടും ആപ്തവാക്യമായി ലോകമാകെ പടർത്താനുള്ള കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ വേഗതയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിനെ പാടുന്ന മാതൃകാസ്ഥാനമാണിത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന ആ വിശ്വമഹാപ്രഖ്യാപനം വിശ്വമാകെ വ്യാപിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുൻപിലുണ്ട്. നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുമല്ലോ. ഈ കാലഘട്ടത്തിന്റെ മാറ്റിവെക്കാനാകാത്ത ഉത്തരവാദിത്വം നമുക്കുണ്ട്, കേരളത്തിനുണ്ട്, ഗുരുവിന്റെ പിൻപറ്റുന്ന മുഴുവൻ മനുഷ്യർക്കുമുണ്ട്, ഗുരുദേവ ദർശനത്തിന്റെ പ്രചാരകർക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശിവഗിരി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ശിവഗിരി കൂടുതൽ സജീവമായി മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അതിൽ എല്ലായ്പ്പോഴും കൂടെയുണ്ടാകും, എല്ലാ അർത്ഥത്തിലും കൂടെയുണ്ടാകും. പാർലമെന്റ് അംഗമായി കടന്നു പോകുമ്പോഴാണ് സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു കത്ത് എനിക്ക് ലഭിക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നത്, പുതിയ പാർലമെന്റ് മന്ദിരം വരുമ്പോൾ ആ മന്ദിരത്തിൽ ഗുരുവിന്റെ പ്രതിമയുണ്ടാകണം, അതിനുവേണ്ടി പറയണം. തീർച്ചയായും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പാർലമെന്റിൽ ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ മുമ്പിൽ ആ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. തീർച്ചയായും ഈ രാജ്യത്തിന്റെ മുൻപിൽ ഗുരുദേവ ദർശനങ്ങളും ഗുരുവിന്റെ സാന്നിധ്യവും ഗുരുവിന്റെ അടയാളവും ഉണ്ടാകണം. അതിനുവേണ്ടി ഇനിയും സമ്മർദ്ദങ്ങൾ തുടരും എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സംഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി രേഖപ്പെടുത്തി എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ ചാണ്ടി ഉമ്മൻ MLA സംസാരിക്കുന്നു. ഏറ്റവും